ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു കോമഡി, ത്രില്ലിംഗ്, ഫീൽ ഗുഡ് ഇതെല്ലാം കലർന്ന ഒരു സൗത്ത് കൊറിയൻ ചേച്ചിയുടെ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള നല്ലൊരു പടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുറേ കാലമായി ഒരു ആത്മതൃപ്തി കിട്ടിയ സിനിമ. വാവ്, നൈസ്. അങ്ങനെ ഫീൽ ചെയ്തൊരു സിനിമ കണ്ടിട്ട് അന്തപടമാണ് ഇന്തപടം. ഇന്ന് പരസ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. പൈസ കിട്ടുന്നത് നല്ല കാര്യമല്ലേ, ശരി പോട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ സിറ്റിസൺ ഓഫ് എ കൈൻഡ് എന്ന സൗത്ത് കൊറിയൻ കോമഡി ഡ്രാമ സിനിമയെക്കുറിച്ചാണ്. എന്നാ പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു തുണികളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അവിടെയാണ് നമ്മുടെ ചേച്ചി നായിക പണിയെടുക്കുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു കോള് വരും. നിങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിച്ചിരുന്നില്ല മാഡം, നിങ്ങൾക്ക് ലോണ് പാസ്സായിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഈ ചേച്ചി ചോദിക്കുകയാണ്, എനിക്ക് കിട്ടില്ല, ഞാൻ ക്വാളിഫൈഡ് അല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, ഇപ്പൊ എങ്ങനെ അങ്ങനെ സംഭവിച്ചു? അപ്പൊ വിളിക്കുന്ന ആള് പറയും, മാഡം പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്, അതുപ്രകാരം നിങ്ങൾക്ക് $20,000 വരെ ലോണായിട്ട് ലഭിക്കും. അത് കേൾക്കുമ്പോൾ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമാണ്. പക്ഷെ അവിടെയാണ് വലിയൊരു കുഴപ്പം ഒളിഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നത്. 2016 ജൂൺ 10 ഈ യഥാർത്ഥ സംഭവത്തിന്റെ ആരംഭം. നമ്മുടെ നായിക, നേരത്തെ കണ്ട ചേച്ചി, അവരാകെ വേവലാതിപ്പെട്ട് വണ്ടിയുടെ മുന്നിലൊക്കെ ചെന്ന് ചാടി ഇടികൊണ്ട് വീണിട്ടും പേടിച്ച് പരിഭ്രാന്തയായി ഓടി അവിടെയുള്ള ഒരു ബാങ്കിലേക്ക് വരുന്നു. എന്നിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അസിസ്റ്റന്റ് മാനേജർ സോണിനെ കാണണം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും. ഇവരങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല, ഒന്ന് വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ നിലവിളിക്കുക, എനിക്ക് ഇപ്പൊ തന്നെ മാനേജറെ കാണണം, അസിസ്റ്റന്റ് മാനേജറെ കാണണം, സോൻ എവിടെ എന്ന് ചോദിക്കും. അപ്പൊ ഒരു പെൺകുട്ടി വരുന്നു. എന്താ മേഡം നിങ്ങളുടെ കുഴപ്പം? ഞാനാണ് അസിസ്റ്റന്റ് മാനേജർ സോൺ എന്ന് പറയും. ഉടനെ ഇവര്, നിങ്ങളല്ല, ആണായിട്ടുള്ള സോൺ, ഒരു പുരുഷ സോനുണ്ട്, ആ പുരുഷ സോൺ എവിടെയെന്ന് ചോദിക്കും. അതിന് ആ ബാങ്ക് ഉദ്യോഗസ്ഥ, നിങ്ങൾ പറയുന്ന പോലുള്ള ആൾക്കാരൊന്നും ഇവിടെ ജോലി ചെയ്യുന്നില്ല, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ ചേച്ചി പറയും, ഞാൻ ഇത്രയും നേരം സംസാരിച്ചാണല്ലോ, അവരുടെ ഒരുപാട് മെസ്സേജുകളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇതാണ് ആ സോൺ എന്നും പറഞ്ഞ് ചേച്ചി മൊബൈലിലെ ആ ജീവനക്കാരന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇതേ ബ്രാഞ്ച് തന്നെയാണ്, ഇവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഈ ഫോട്ടോയും ചേച്ചി പറയുന്നതും അവരുടെ പരിഭ്രാന്തിയൊക്കെ കാണുമ്പോൾ ബാങ്കുകാർക്ക് മനസ്സിലായി അക്ക പറ്റിക്കപ്പെട്ടോന്ന്. അവർ ചോദിക്കും, നിങ്ങൾ ഇയാൾക്ക് പണം വല്ലതും അയച്ചിരുന്നോന്ന്. ചേച്ചി പറയും, അതെ, ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, ലോൺ അപ്ലിക്കേഷന് വേണ്ടി അങ്ങേര് പണം ചോദിച്ചിരുന്നു. അപ്പൊ മാനേജർ പറയാണ്, സോറി മാഡം, നിങ്ങൾ പറ്റിക്കപ്പെട്ടു, ഞങ്ങൾ ബാങ്കുകാർ ലോണിന് ഒരിക്കലും പണം ചോദിക്കില്ല, നിങ്ങൾ ആരോ ചതിച്ചാണ്. അത് കേട്ട ഉടനെ നെഞ്ചിലിടുത്തി വീണതുപോലെ അവർ ശ്വാസം കിട്ടാതെ നിലത്തേക്ക് വീഴും. ശരിക്കും ശ്വാസം കിട്ടുന്നില്ല, പെടയാണ്. ഇവര് കവറൊക്കെ കൊടുത്ത് എങ്ങനെയോ അതിനകത്തേക്ക് ശ്വസിച്ച് ശ്വാസം എടുത്ത് അവര് പഴയ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് എഴുന്നേറ്റ് ചോദിക്കുകയാണ്, എനിക്ക് ആ തെണ്ടി എങ്ങനെയെങ്കിലും പിടിക്കണം, അവൻ എവിടെയായിരിക്കുമെന്ന്. ഈ ചോദ്യത്തോടെ അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ചേച്ചി, ഡിയോക്കി എന്നാണ് അവരുടെ പേര്, അവരിപ്പോൾ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് കംപ്ലൈന്റ് കൊടുക്കാൻ. അവിടെ പോലീസുകാരൻ പാർക്കുണ്ട്. പുള്ളിക്കാരൻ കംപ്ലൈന്റ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് ഇവരേതാണ്ട് 10 ലക്ഷം രൂപയോളം ഫീസായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇത്രയും പണോ? അതും 8 തവണ ഇവർ ആ ഫ്രോഡിന് ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും മണ്ടിയായിരുന്നോ? ഒരാള് 8 തവണ പറ്റിക്കുന്നവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതും ഇത്രയും പണം നിങ്ങൾ എന്തിനാണ് കൊടുത്തത്? ഡ്യോക്കി പറയും, സാർ, എനിക്ക് എത്രയും പെട്ടെന്ന് പണം വേണമായിരുന്നു, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ വഴിയുണ്ടായിരുന്നില്ല. കിട്ടിയ അവസരത്തിൽ പെട്ടെന്ന് ആ ലോണ് കിട്ടാൻ വേണ്ടി ഞാൻ ഓടി ചെയ്ത കാര്യങ്ങളായത്. പോലീസുകാരന് നമ്മളെപ്പോലെ കിളി പോയിരിക്കുക, ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോയെന്ന് വെച്ചിട്ട്. ഉടനെ ചേച്ചി തൻ്റെ കഴുത്തിലെ പ്ലാസ്റ്റർ പറിച്ച് ഊരി കാണിച്ചിട്ട് പറയും, നിങ്ങൾക്ക് സ്വന്തം വീട് കത്തി എരിയുമ്പോൾ നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എരിയുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥയായിരുന്നു എനിക്ക് എൻ്റെ വീടിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നശിച്ചു. പണമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇൻഷുറൻസ് പോലും ഉണ്ടായിരുന്നില്ല. ഇനി പറ്റിപ്പോയതിനെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനും എൻ്റെ 2 പിള്ളേരും വഴിയാതാരാവും. എനിക്ക് എങ്ങനെയെങ്കിലും ആ പണം തിരിച്ചു കിട്ടണം. വിഷമിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. ഇത് കേൾക്കുമ്പോൾ പോലീസുകാരൻ പറയും, എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ വിഷമമൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. എത്ര സമയം വേണമെന്ന് ചോദിക്കുമ്പോൾ ഇതിന് ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും അന്വേഷിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറയും പോലീസ്. അപ്പോഴേക്കും പോലീസുകാരന് വേറെ പുതിയ ജോലികൾ വന്നു തുടങ്ങി. സോ മറ്റൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മുടെ ആൻറ്റി സ്റ്റേഷനിൽ നിന്ന് വിഷമിച്ച് ഇറങ്ങുകയാണ്. എന്നിട്ട് അവർ നേരെ പോവുക അവരുടെ കത്തി എരിഞ്ഞു പോയ വീട്ടിലും കടയിലുമാണ്. രണ്ടും കമ്പൈൻഡ് ആയിട്ട് ഒരുമിച്ചിരുന്നാന്ന് തോന്നുന്നു. ഒരുപാട് സാധനങ്ങളൊക്കെ കത്തി എരിഞ്ഞു പോയി. തപ്പി ഇവരൊരു ചെറിയ ടോയ് കാർ കണ്ടുപിടിക്കുന്നുണ്ട്. അത് കൊണ്ടുവന്ന് തൻ്റെ കുഞ്ഞുമകന് കൊടുക്കും. അവരിത്രയും നേരം പ്ലേ സ്കൂളിലായിരുന്നു. ചെറുക്കനാണെങ്കിൽ ഇത് ചുവന്ന കാറായിരുന്നല്ലോ, ഇപ്പം എന്താ കറുത്തിരിക്കണേന്ന് പറഞ്ഞ് അതിൻ്റെ സങ്കടം. അമ്മ പറയും, ഒരുപാട് വെയിൽ തട്ടിയപ്പോൾ കറുത്തു പോയത് എൻ്റെ കുഞ്ഞിൻ്റെ കാറ്. എന്നാൽ
എന്നാലും കുഞ്ഞിന്റെ പരാതി തീരുന്നില്ല. അപ്പോഴാണ് ആ പ്ലേ സ്കൂൾ ടീച്ചർ വരിക. മിസ്സിസ് കിം, കുട്ടികളെ ഇനിയും ഫ്രീ ആയിട്ട് ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് മാനേജർ പറഞ്ഞു. അതുകൊണ്ട് പണം അടച്ചിട്ട് ഇനി അവരെ കൊണ്ടുവന്നാൽ മതിയിട്ടോ എന്ന് ചെറിയ സ്വരത്തിൽ ആ ടീച്ചർ പറയും. അവർക്കത് പറയാനും വിഷമമുണ്ട്. പാവം, നമ്മുടെ അമ്മയ്ക്ക് പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവർ ഇത്രയും നാൾ നോക്കിയതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. നല്ലൊരു അഭിനേത്രിയാണ്. വിഷമമൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ നമുക്കും സങ്കടം തോന്നും. ഇനിയിപ്പോൾ ചൈനയിലെ കിൻഡാഗോ എന്ന സ്ഥലം കാണാം. ജൂൺ 30 ആണത് 2016. അവിടെ സിറ്റിയിൽ തന്നെ ആരും അറിയാത്ത, ആരും ശ്രദ്ധിക്കാത്ത ചില അപ്പാർട്ട്മെന്റുകൾ. അതിലൊരെണ്ണത്തിൽ കുറെ പിള്ളേരെ കെട്ടിയിട്ട് ഉപദ്രവിച്ച് അവരെ ഇരുത്തിക്കൊണ്ട്, ഇവരെല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച കമ്പ്യൂട്ടർ നോളജ് ഉള്ള പിള്ളേരാണ്. അവരെ പിടിച്ചിരുത്തിക്കൊണ്ട് ചൈനയിലെയും കൊറിയയിലെയും അയൽ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ സ്കാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പനി തന്നെ അങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇതുപോലെ നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ ശൃംഖല ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്, സ്കാമിങ് പീപ്പിൾ. ഇപ്പൊ ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്ത് അവരുടെ ന്യൂഡ് ഫോട്ടോ എടുത്ത് അതുകൊണ്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, അവരുടെ മൊബൈലിലേക്ക് ആപ്ലിക്കേഷൻ അയച്ച് മൊബൈലിലെ ബാങ്ക് ഡീറ്റെയിൽസ് കവർ ചെയ്ത് അങ്ങനെ സ്കാം ചെയ്യുക. പല മാർഗത്തിലൂടെ ഇവർ സ്കാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഴുക്ക് പിടിച്ച വൃത്തിയില്ലാത്ത മുറികളിലാണ് ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ടിരുന്ന് സ്കാം ചെയ്യുന്നത്. അവിടെ ഒരു മൂലയ്ക്ക് മീശയും താടിയും ഇല്ലാതെ ഒരു മുഴുമോന്തയുള്ള ചെറുപ്പക്കാരൻ ചെക്കൻ, അങ്ങനെയാണ് എൻ്റെ മുത്തി പറയുക. സോ ഈ ചെറുപ്പക്കാരൻ ചെക്കനാണ് നമ്മുടെ ചേച്ചിയെ സ്കാം ചെയ്ത്. ഇവനാണ് സോൺ എന്നുള്ള പേരിൽ സ്കാം ചെയ്ത് ഇപ്പം അടുത്ത ആളെ സ്കാം ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ എൻ്റെ മാനേജറോട് സംസാരിക്കൂ കൂടുതൽ ഡീറ്റെയിൽ എന്നും പറഞ്ഞ് അടുത്ത സീറ്റിൽ മൂക്ക് ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഏതൊരുത്തനെ വിളിച്ച് അവനോട് സംസാരിക്കാൻ പറയും. അവനും മാനേജറുടെ സ്വരത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെ, ഞാൻ മാനേജറാണ്, നിങ്ങളുടെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്, ഇപ്പം തന്നെ തരാമെന്ന്. ഇങ്ങനെ എന്നെയും വിളിച്ചിട്ടുണ്ട് കുറേ സ്കാമിങ് പീപ്പിൾ, ഡേർട്ടി പീപ്പിൾ. മധുര വാക്കുകൾ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കും. സ്ത്രീകളാവുമ്പോൾ ബഹുമാനത്തോടെ സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചു നേരം സംസാരിച്ചതാണ്. എൻ്റെ ഇത് 45,000 അടിച്ചുകൊണ്ട് പോയി. പിന്നെ ഭാഗ്യത്തിന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കിട്ടി. ബാങ്കുകാർ വിട്ടില്ല, താങ്ക്സ് ടു മൈ ബാങ്ക്. ഇപ്പം ഇവിടെ ഓരോരുത്തരെയും ഈ വലിയ വിവരമൊന്നുമില്ലാത്ത റൗഡികൾ തല്ലി പീഡിപ്പിച്ചിട്ടാണ് ഈ ജോലി എടുപ്പിക്കുന്നത്. പൊതിരെ തല്ല് കിട്ടുന്നുണ്ട്. ഇവരെ പുറത്തേക്കും വിടില്ല. ചില നാട്ടിലൊക്കെ കൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിച്ച് ജോലി ചെയ്യിക്കുക എന്ന് പറയില്ലേ, അതുപോലെ പുറം നാട്ടിൽ നിന്ന് വന്ന പാവം ചെറുപ്പക്കാരവരെ അവരെ സെല്ലി പൂട്ടിയിട്ടതുപോലെ ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സോനു ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഇവന് ലേശം കുട്ടൻസും പരിപാടികളൊക്കെ അറിയാം. അതുകൊണ്ട് ബാക്കിയുള്ളവർ കിടന്നുറങ്ങുമ്പോൾ ഇവൻ ഗ്രില്ല് പൊളിച്ച് ബിൽഡിങ്ങിന്റെ വശത്തൂടെ സൈഡിൽ കൂടെ താഴത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. താഴത്താണെങ്കിൽ കുറെ റൗഡികൾ കാവലിരിപ്പുണ്ടാവും. അങ്ങനെ വിടില്ല അവന്മാരെ രക്ഷപ്പെടാൻ. ആ സമയത്ത് ബിൽഡിങ്ങിലൂടെ നടന്നു വരുന്ന സമയം ജനലിൽ കൂടെ താഴത്തെ ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ 2 പിള്ളേരെ, ഇവന്റെ കൂടെ ജോലി ചെയ്യുന്ന 2 പിള്ളേരെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുക. അതിലെ ഒരുത്തൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതായിരുന്നു. അതിന് കൂട്ടുകാരൻ സഹായിച്ചു. ഇതാണ് അവിടെ സംഭവിച്ചത്. അതിനുവേണ്ടിയാണ് 2 പേരെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുന്നത്. ഈ തൊപ്പി വെച്ച പാലൂട്ടി പിള്ളയാണ് യഥാർത്ഥ ബഡാ ബോസ്, ഇതിന്റെയൊക്കെ തലവൻ. അതിലെ ഈ റൗഡികൾ ഇവന്മാരെ പേടിപ്പിക്കുകയാണ്. നിങ്ങളെ വെറുതെ വിടൂന്ന് വിചാരിച്ചോടാ, നിങ്ങളെല്ലാം അഡ്രസ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്, വീട്ടിലേക്ക് എന്നെ നേരിട്ട് വരും, നിന്റെ പെങ്ങളെ ന്യൂഡ് ഫോട്ടോ എടുത്തിട്ട് ലോകം മൊത്തം പ്രചരിപ്പിക്കും, കാണണോ നിനക്ക്? ഇത് കേട്ട ഉടനെ ആ പിടിച്ചു വെച്ച പിള്ളേരിലൊരുത്തൻ അവൻ ദേഷ്യപ്പെടാ, അവൻ ഇമോഷണലായി. എൻ്റെ കുടുംബത്തെ തൊട്ട് കളിച്ചാൽ നിങ്ങൾ ഒരുത്തനെ ഞാൻ വെറുതെ വിടലടാ, എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് പറയും, ജയിലിൽ കിടന്ന് നിരങ്ങി പുഴുത്തു മരിക്കുന്നീയല്ല. ഇത് കേട്ട ഉടനെ ഇവരെ ബിഗ് ബോസ് അയാൾ വലിയൊരു ബാറ്റ് എടുത്തുകൊണ്ട് വന്ന് ഈ ചെറുക്കനെ പൊതിരെ തല്ലി തന്നെ കൊല്ലും. നിനക്കൊന്നും ജോലിക്ക് പോലും ഗതിയില്ലാതെ നടന്നപ്പോൾ ജോലിയും തന്ന് പണവും തന്ന് നിന്നെയൊക്കെ പോറ്റുന്നതും പോരാഞ്ഞിട്ട് എന്നെ എതിർത്ത് സംസാരിക്കുന്നോടാന്ന് പറഞ്ഞ് അവനെ തല്ലി കൊന്നുകളഞ്ഞു. അപ്പൊ കൂട്ടുകാരൻ കിടന്ന് വിറയ്ക്കുക, ഞാനിത് ആരോടും പറയില്ല, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടൂ, എനിക്കൊരു കുടുംബമുണ്ട്, ഞാനില്ലെങ്കിൽ അവർ പട്ടിണിയിലാവും. അപ്പൊ ഈ തലവൻ ഇവന്റെ ഒരു കാല് മാത്രം ഒടിച്ചേക്ക്, ഇവൻ എന്തായാലും ഇനി രക്ഷപ്പെട്ടു പോകാൻ ധൈര്യം കാണിക്കില്ല, ഒടിച്ചെടുത്ത് മുറിയിലിട്ടോന്ന് പറയും. ഇതെല്ലാം കണ്ട് പേടിച്ച നമ്മുടെ സോനു അവൻ തിരിച്ചോടി അവന്റെ മുറിയിലേക്ക് തന്നെ വരികയാണ്. കാരണം ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയൊക്കെ ചെയ്യാം, പക്ഷെ ഈ നാട് വിട്ടുപോകാൻ പറ്റില്ല. ഇവന്മാരെ കയ്യിലാണ് പാസ്പോർട്ടും മറ്റു വിവരങ്ങളും. മാത്രമല്ല ഇവന്റെ കുടുംബം എവിടെയാണെന്ന് ഇവർക്കറിയാം. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഇവരെ പൂട്ടിയിട്ടിരിക്കുക. ഇവൻ രക്ഷപ്പെട്ടാലും കുടുംബത്തെ അവരില്ലാതാക്കാൻ ശ്രമിക്കും. അവനത് ആലോചിച്ച് കടിച്ചു പിടിച്ച് അവിടെ നിൽക്കായിരിക്കും. ഈ സമയത്ത് നമ്മുടെ നായിക ചേച്ചി, അവർക്കിപ്പോൾ താമസിക്കാൻ വീടൊന്നുമില്ലല്ലോ, 2 പിള്ളേരും ഉണ്ട്. അതുകൊണ്ട് അവര് ആ 2 പിള്ളേരെയും കൂട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സ്റ്റോർ റൂമിലാണ് ഈ പിള്ളേരെ കിടത്തി ഉറക്കുന്നത്. പാറ്റിയും പല്ലിയൊക്കെ ഉണ്ട് താനും അവിടെ. പിള്ളേര് പ്ലേ സ്കൂളിൽ പോകാത്തതുകൊണ്ട് അമ്മയുടെ കൂട്ടുകാരികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതേ കമ്പനിയിൽ ഒരു ചെറിയ പെണ്ണും പിന്നെ അതേ പ്രായമുള്ള വേറൊരു ചേച്ചിയുണ്ട്. ഇവരാണ് കൂട്ടുകാരികൾ. അതിൽ ആ മൂത്ത കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടി പൈസ ഇല്ലേ കുട്ടികളെ ഡേ കെയറിൽ വിടാത്ത? അവരിവിടെ തന്നെ കളിപ്പിക്കുകയാണോ, അത് സേഫ് ആണോ? ഇത് കേട്ട് ഹീറോയും പറയും, അങ്ങനെയൊന്നുമില്ല, കുറച്ച് പണം ടൈറ്റ് ഉണ്ട്, ഞാനത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അവൾക്ക് പറ്റിയ അമളി ഇപ്പോൾ ഇവരോട് പറയുന്നില്ല. പക്ഷെ കൂട്ടുകാർക്ക് അതറിയാം, ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നറിയാം.
ഈ സമയത്താണ് പോലീസുകാരൻ്റെ കോള് വരുന്നത്. പോലീസുകാരൻ പറയും, ഞങ്ങൾ അന്വേഷിച്ചിരുന്നു, അവരൊരു ഫേക്ക് നമ്പർ വെച്ച് ബേണർ അക്കൗണ്ട് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പണം ട്രാൻസ്ഫർ ആയ അക്കൗണ്ട്, അതിൽ നിന്ന് അവർ പണം പിൻവലിച്ചു, ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു. സോ ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചത്, എവിടെയാണ് അവസാനിച്ചതെന്നൊന്നും ഞങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊരു ജീവിത പാഠമായിട്ടെടുത്ത് മറന്നേക്കൂ. മോളിന്ന് ഞങ്ങളോട് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയും പോലീസുകാരൻ. ഇത് കേൾക്കുമ്പോൾ ചേച്ചിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആ പണം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റാ, എനിക്ക് ജീവിക്കണമെങ്കിൽ ആ പണം വേണം. ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാം, നിങ്ങൾ സ്റ്റേഷനിലില്ലേ, ഞാൻ വരികയാണെന്ന് പറയുമ്പോൾ പോലീസുകാരൻ നേരിട്ട് വന്നിട്ട് എന്താ കാര്യം, ഞാൻ ഇതന്നെയല്ല പറയാൻ പോകുന്നത്, നിങ്ങൾ വരല്ലേന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാതെ ഇവള് കോളും കട്ട് ചെയ്ത് കമ്പനി വണ്ടി എടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയെ ഇവൾക്കൊരു കോള് വരും. മിസ്സസ് കിം, ഞാൻ സോനു ആണെന്നും പറഞ്ഞൊരു കോള്. ഇവള് ഞെട്ടിപ്പോവും. അത് മറ്റാരുമല്ല, ഇവളെ പറ്റിച്ച ചെറുകൻ സോനു. നീ എവിടെയാടാ തെണ്ടിപ്പട്ടി നാറിയെന്നും പറഞ്ഞ് തുടങ്ങുകയാണ്. കുറെ പഴുത്ത തെറിയൊക്കെ വിളിച്ചിട്ട്, ഞാൻ വട്ടിപ്പലിശക്കാരുടെ നിന്നും പണം വാങ്ങിച്ചിട്ടാ നീ പറഞ്ഞതൊക്കെ ചെയ്തത്, എന്നിട്ട് വീണ്ടും നീ എന്നെ പറ്റിക്കാൻ വിളിക്കുന്നോടാ, നിനക്ക് എത്ര ധൈര്യമാടാന്ന് ചോദിക്കും. അപ്പൊ സോനു പറയും, മാഡം ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാനൊരു മാപ്പ് സാക്ഷി ആവാൻ വേണ്ടി വിളിച്ചാണ്, എനിക്കിവിടെ പറ്റുന്നില്ല. ഇത് കേട്ട് ചേച്ചി ചിരിക്കാൻ തുടങ്ങും. നീ ശരിക്കും സമർത്ഥം തന്നെ, വീണ്ടും എന്നെ മനിപ്പുലേറ്റ് ചെയ്ത് പറ്റിക്കാൻ നോക്കുന്നുടാ തെണ്ടി. സത്യം പറ, നീ എവിടെയാണ്? നിന്നെ കയ്യിൽ കിട്ടിയ ഞാൻ കൊന്നുകളെ. അത് കേൾക്കുമ്പോൾ സോനു പറയും, ചേച്ചി ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നെ ഇവർ പൂട്ടിയിട്ടിരിക്കുകയാണ്, അവരെ നിർബന്ധിച്ചിട്ടാണ് എന്നോട് ഈ ജോലി ചെയ്യാൻ പറയുന്നത്. ദയവേത് ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും അവർ കാണുന്നുണ്ടോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അവരറിഞ്ഞാൽ എന്നെ അവരപ്പ കൊന്നുകളെ. എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ദയവേത് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കൂ. അപ്പൊ ഡെക്കോ ചോദിക്കും, നീ എന്താടാ സത്യമാണോ പറയുന്നത്? അങ്ങനെ തന്നെ സത്യമാണെങ്കിൽ നീ എന്തിനാണ് എന്നെ ചൂസ് ചെയ്തത്? അപ്പൊ ഈ സോനു പറയാണ്, ഞാൻ പറ്റിച്ചതിൽ ഏറ്റവും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റിയത് നിങ്ങളെയാ. നിങ്ങളൊരു നല്ല മനസ്സുള്ള മണ്ടിയാണ് ചേച്ചി. മറ്റുള്ള എല്ലാവരും ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ വെറും 2 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്തു. സോ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ മനസ്സ് പാവമാണെന്ന് എനിക്കറിയാം. നിങ്ങളെ കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ സഹായിക്കാൻ കഴിയുള്ളൂ. നിങ്ങളൊരു വിക്ടിം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞാൽ പോലീസ് കേൾക്കും. എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരും ഇവരെ പീഡിപ്പിക്കുക. ദയവ് ചെയ്ത് എന്നെ സഹായിക്കൂ. ഇതവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഒരു അടിക്കാരൻ, എന്താടാ ജോലിയൊക്കെ നടക്കുന്നുണ്ടോ, പുതിയ ആളെ കിട്ടിയോന്ന് ചോദിച്ചവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവൻ ടോണ് മാറ്റി സംസാരിക്കും. അയാൾ പോയി കഴിഞ്ഞ ഉടനെ, ദയവ് ചെയ്ത് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഈ കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കതിൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇവൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ലല്ലോ. എന്തായാലും 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കൂ എന്ന് പറഞ്ഞ് ഇവള് കോള് കട്ട് ചെയ്ത് നമ്മുടെ പോലീസുകാരൻ, പാർക്ക് പോലീസുകാരനെ വിളിക്കും. അയാളാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. ഇവള് നടു റോഡിൽ ആരെയൊക്കെയോ തെറി പറയാണ്. ഫുള്ള് ടെൻഷൻ. എടുക്കടാ ഫോൺ, എടുക്കടാ നാറി എന്ന് പറയുന്നുണ്ട്. അയാൾ എടുക്കുന്നില്ല. സോ വേറെ വഴിയില്ലാതെ എമർജൻസി പോലീസിനെ ചേച്ചി വിളിക്കും. ഇവിടെ നിന്നാണെങ്കിൽ സോനുവെ കൊണ്ട് മാത്രമേ ചേച്ചി വിളിക്കാൻ പറ്റുള്ളൂ. അവർക്ക് തിരിച്ച് സോനുവെ വിളിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അവരുടെ സെറ്റപ്പ്. ഒരു ഫേക്ക് നമ്പറും പോളിസിയും ഒക്കെയാണ്. ഇവിടെ അക്ക എമർജൻസിക്ക് വിളിച്ചിട്ട്, എന്നെ പറ്റിച്ച ആളിപ്പം എന്നെ വിളിച്ചിട്ടുണ്ട്, അവനെ പൂട്ടിയിട്ട് പറ്റിച്ചാത്രേ, അവൻ മാപ്പ് സാക്ഷിയാവാന്ന് പറഞ്ഞു. അവനോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കേണ്ടത്? ദയവ് ചെയ്തൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് സമയമില്ല, 5 മിനിറ്റേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ ഈ എമർജൻസിയിലുള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവർ വീണ്ടും വീണ്ടും പറയുകയാണ്, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അക്കയാണെങ്കിൽ അവൻ 5 മിനിറ്റ് തിരിച്ചു വിളിക്കും. എനിക്ക് സമയമില്ല, പെട്ടെന്ന് പറയും, നീയൊക്കെ എന്താണ് എൻ്റെ വേദന മനസ്സിലാക്കാത്തതെന്നും പറഞ്ഞ് അവനെയും കുറെ തെറി പറയുന്നുണ്ട്. ഈ സമയത്ത് സോനു ആണെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞു വീണ്ടും നമ്മുടെ ചേച്ചിയെ വിളിക്കുക. അവർ കോൾ എടുക്കുന്നില്ല. ഇവനും ആകെ ടെൻഷനിലായി. ആ സമയം താൻ എന്തെങ്കിലും അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ. ഇവനാണെങ്കിൽ ഇവൻ എവിടെയാ പൂട്ടിയിട്ടിരിക്കണേന്ന് പോലും അറിയില്ല. പക്ഷെ ഇന്നലെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അടുത്തുള്ള കടകളുടെയും ഹോട്ടലുകളുടെയൊക്കെ പേര് ഇവൻ കണ്ടിരുന്നു. അത് ഇവൻ ഇംഗ്ലീഷ് ലെറ്ററിൽ ടൈപ്പ് ചെയ്യും. ഒരു 2 മിനിറ്റും കൂടി കഴിയുമ്പോൾ സോനു വീണ്ടും വിളിക്കുകയാണ്. ഇപ്രാവശ്യം ചേച്ചി ഫോൺ എടുക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പറഞ്ഞു കൊടുക്കും. അവൾ അതെല്ലാം നോട്ട് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ടിപ്പ് കിട്ടിയത്. ജൂലൈ 14, 2016 അന്നാണ് പോലീസുകാർക്ക് ഫസ്റ്റ് ടിപ്പ് കിട്ടുന്നത്. അവരിനി എന്താ ചെയ്യാന്ന് കാണാം. ഈ ടിപ്പും കൊണ്ട് ചേച്ചി സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഏതോ ഒരു സഹകരണ ബാങ്കിന്റെ ഫ്രോഡ് കൊണ്ട് ഒരു 10-30 പേര് പരാതിയുമായിട്ട് കാത്തിരിപ്പുണ്ടാവും. ഇവർ ആ പോലീസുകാരൻ കാണുന്നേയില്ല. ബ്രേക്കിന് പോലീസുകാരൻ ടോയ്ലറ്റിൽ പോയിട്ട് പുറത്തു വരുമ്പോൾ അവിടെ കാത്തിരുന്ന് അക്ക അയാളെ പിടിയും. എന്നിട്ട് എനിക്ക് ടിപ്പ് കിട്ടി, എന്നെ വിളിച്ച് പറ്റിച്ചവൻ തന്നെ എനിക്ക് ടിപ്പ് തന്നിരിക്കുകയാണ്. ഞാനത് കൊറിയൻ കീബോർഡിൽ നോക്കുമ്പോൾ നിയർ ചുഞ്ചോലു സ്റ്റോറി ബിൽഡിംഗ് കിൻഡാവോ ചൈന എന്നാണ് വരുന്നത്. അവൻ പറയുന്നത് സത്യമാണെന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ഇതുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പോലീസുകാരൻ ഇതെല്ലാം നോക്കിയിട്ട് പറയും, മേഡം നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. ഒരു ചെറിയ ടിപ്പ് കൊണ്ടൊന്നും ക്ലോസ് ചെയ്ത കേസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ആ കോൾ സെന്ററിന് അഡ്രസ്സ് ഒന്നുമില്ല. ശരിയായ അഡ്രസ്സും തെളിവും
തെളിവുമില്ലാതെ നമുക്ക് എങ്ങനെ റെയ്ഡ് ചെയ്യാൻ പറ്റും? എന്തുപയോഗിച്ച് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇത് കേൾക്കുമ്പോൾ ചേച്ചി ചോദിക്കും, ഞാനൊരു വിക്ടിം ആയിരുന്നിട്ട് കൂടി ഇത്രയും ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് പറഞ്ഞു. ഒരു പോലീസുകാരനായ നിങ്ങളല്ലേ അന്വേഷിക്കേണ്ടത്, അല്ലാതെ കുറ്റവാളികൾ പ്ലേറ്റ് ഇരുന്ന് മുന്നിൽ വന്ന് നിൽക്കില്ലല്ലോ. നിങ്ങളൊക്കെ ശരിക്കുള്ള പോലീസാണോ? ഇത് കേട്ട ഉടനെ പാർക്ക് പോലീസുകാരൻ ദേഷ്യപ്പെട്ട്, എൻ്റെ ഓഫീസിൽ എത്ര പേര് ഇരിക്കുന്നതെന്ന് കണ്ടോ? നിങ്ങളുടെ ഈ ഒരു കേസ് മാത്രമല്ല, ഇവിടെ 19 കേസുണ്ട് ഒരു ദിവസം. ഒരു ടിപ്പുമായിട്ട് വന്നിരിക്കണു, എനിക്ക് പോണെന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അക്കയുടെ കയ്യും തട്ടിക്കളഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോ. ചേച്ചി ഇപ്പം നല്ല കലിപ്പിലാണ്. വിടില്ലടാ, ഒരുത്തനെയും വിടില്ല. നീയൊക്കെ കൈയൊഴിഞ്ഞാലും ഞാനിത് കണ്ടുപിടിക്കാതെ വിടില്ല, എൻ്റെ പണമെന്നും പറഞ്ഞ് ഇവര് വീട്ടിൽ ചെന്ന് ഈ വോയിസ് ഫിഷിംഗ്, അതാണ് ഈ സ്കാമിന്റെ പേര്, കോൾ സെന്ററിൽ നിന്ന് വോയിസ് ഫിഷിങ്ങിലൂടെ പറ്റിക്കുക. ഇവര് മൊബൈലിലൂടെ സെർച്ച് ചെയ്ത് ആ ചെറുക്കൻ പറഞ്ഞ സ്ഥലത്തിന് ചുറ്റുമുള്ള വോയിസ് ഫിഷിംഗ് നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും തെളിവ് കിട്ടിയതായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും മാപ്പിൽ മാർക്ക് ചെയ്ത് വയ്ക്കും. അതിന്റെ കൂടെ തന്നെ വോയിസ് ഫിഷിങ്ങിലൂടെ പണം നഷ്ടപ്പെട്ട വിക്ടിംസ് അവരാരൊക്കെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടി കുറെ പോസ്റ്റ് അടിച്ച് നാട് മുഴുവൻ ഒട്ടിച്ചും പല ആൾക്കാർക്ക് കൊടുത്തും അന്വേഷിച്ചു തുടങ്ങും. അതിലൊരു നോട്ടീസ് ബോർഡിലാണെങ്കിൽ ഈ വോയിസ് ഫിഷിംഗ് നടത്തുന്ന ആൾക്കാരെ പറ്റി ശരിയായ ടിപ്പ് കൊടുക്കുന്ന ആൾക്കാർക്ക് $1,00,000 വരെ പാരിതോഷികമായിട്ട് ലഭിക്കുന്നുണ്ട്, ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇതുമൊക്കെ കാണും. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ കോളിലൂടെ ഫ്രോഡ് പണം നഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ ഒക്കെ കണ്ടുമുട്ടുന്നുണ്ട്. വയസ്സായവരാണ് മെയിനായിട്ടുള്ള ടാർഗറ്റ്. ഒരു അപ്പൂപ്പൻ, ഒരു മമ്മി, പിന്നെ ഒരു ചെറിയ പെൺകുട്ടി. ഇതിലെ രസം എന്താന്ന് വെച്ചാൽ ഈ ചെറിയ പെൺകുട്ടി ജോലി ചെയ്യുന്നത് ബാങ്കിലാ, എന്നിട്ടും അവളെ പറ്റിച്ചിട്ടുണ്ട്. പാവം നൊന്ത് വെന്തിരിക്കുകയാണ്. പറ്റിക്കപ്പെട്ടതിനെക്കാട്ടിലും വിഷമം ബാങ്കിലെ ഉദ്യോഗസ്ഥയായി എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കളിയാക്കുക. അക്ക അവളെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞ് ഈ വോയിസ് ഫിഷിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അവർ പഠിക്കുകയാണ്. അതിലൊരു രസം എന്താന്ന് വെച്ചാൽ ഈ സ്കാം നടത്തുന്ന പ്രധാനപ്പെട്ട ആള്, അയാളെ ഒരിക്കലും പോലീസുകാർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടാണ് ഈ ജോലി ചെയ്യിപ്പിക്കുന്നത്. ഒരു കോൾ സെന്റർ പിടിക്കപ്പെട്ടാൽ അടുത്തൊരെണ്ണം ഓപ്പൺ ചെയ്യും. ഈ ടൊറന്റ് ഫയൽ പോലെ ഇതൊരു പ്ലേഗ് ആണ്, നശിപ്പിക്കാൻ പറ്റില്ല. മെയിൻ ലീഡറെ പിടിച്ചാൽ മാത്രമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇല്ലാതാക്കും തോറും പുതിയത് വളർന്നുകൊണ്ടിരിക്കും. എന്തായാലും ഈ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഒക്കെ ഫോൺ ഞോണ്ടിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ കൂട്ടുകാരി സംശയപ്പെട്ട്, നിനക്ക് പുതിയ ആരെങ്കിലും സെറ്റായോടി? ഞാനും ഒരു കാലത്ത് പ്രണയിച്ച് നടന്നാണ്. കെട്ടിയോൻ പോയ പിന്നെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കല്ലേ? ചെറിയ ചെക്കനാണോ? എങ്ങനെയാ, ക്ലാമർ ആണോ? എനിക്കറിയോ ആ ചെക്കന് എന്നൊക്കെ ചോദിച്ച് അവര് നാണിച്ച് ചിരിക്കുക. അപ്പോഴാണ് അക്കയ്ക്ക് ഒരു കോള് വരുന്നത്. ഉടനെ ഈ കൂട്ടുകാരി ഫോൺ തട്ടിപ്പറിച്ചിട്ട്, ഹലോ, ഞാൻ അവളുടെ കൂട്ടുകാരിയാ, എന്നെ കാണാനും ഭംഗിയൊക്കെ ഉണ്ട്, നിങ്ങളെ പേരെന്താന്ന് ചോദിക്കുമ്പോഴേക്കും ചേച്ചി ഫോൺ തിരിച്ചു വാങ്ങിയിട്ട്, ആ സോൺ പറയൂ, ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറയും. സംഭവം സോനുവാണ് വിളിച്ചേക്കുന്നത്. ഇവര് പറയും, ഞാൻ എത്രയൊക്കെ കൺവിൻസ് ചെയ്തിട്ടും പോലീസുകാരൻ സമ്മതിക്കുന്നില്ല, അവർക്ക് യഥാർത്ഥ അഡ്രസ്സ് വേണത്രേ, എന്നാൽ മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്ന്. തെളിവില്ലാതെ അന്വേഷിക്കാൻ പറ്റില്ല, കേസ് ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്. മാത്രമല്ല നീ ഒരു മാപ്പ് സാക്ഷിയാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ നീ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതൊരു കുഴപ്പമായിട്ടാണ് പോലീസുകാർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ സോനു പറയും, ഞാൻ ആരാന്ന് പറഞ്ഞിട്ടെന്താ, അവന്മാർക്കൊന്നും എന്നെ സഹായിക്കണ്ട, ഒരു പോലീസുകാരൻ ഞങ്ങൾ സഹായിച്ചിട്ടില്ല ഇതുവരെ, എന്നെ വീണ്ടും കൊടുക്കാനാണോ, എന്റെ കുടുംബത്തെ നശിപ്പിക്കാനാണോ? ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, നീ പോലീസുകാരെ വിശ്വസിച്ചില്ലെങ്കിലും എന്നെ നമ്പിക്കോ, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ നിന്നെ കൈവിടുമില്ല, ഇത് കണ്ടുപിടിക്കാതിരിക്കുമല്ല. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് പട തന്നെ ഇവരെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. അവര് ഹീറോയിന്റെ കുഞ്ഞുകുട്ടികളോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ആ നേരത്താണ് ഹീറോയിൻ സോനു പയ്യനോട് പറയുക, പോലീസുകാർക്ക് തെളിവ് വേണം, നീ എങ്ങനെയെങ്കിലും ഒരു ക്യാമറ ഒപ്പിച്ച് അവിടെയുള്ള ഫോട്ടോസുകൾ എടുത്ത് അയക്കാൻ പറ്റുമോ? അതിന് സോനു പറയും, ഞങ്ങൾക്ക് ഇവിടെ ഇടാൻ ജട്ടി പോലുമില്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടുന്ന ക്യാമറ ഒപ്പിക്കുന്നു, അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഞങ്ങളിവിടെ ചങ്ങലയ്ക്കുള്ളിൽ നിന്നിട്ടാ ജോലി ചെയ്യുന്നു. ഹീറോയിൻ പറയും, ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ നീ പറഞ്ഞ സെയിം അഡ്രസ്സ് ആ കടയുടെ പേരിൽ 1072 സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും ഒരു തെളിവായിട്ട് പോലീസുകാരോട് പറയാൻ പറ്റില്ല, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അപ്പൊ സോനു ചുറ്റും നോക്കി, എന്റെ ബിൽഡിംഗ് നിറച്ചും തയ്യൽ മെഷീനുകളാണെന്ന് പറയും. ഇവളാണെങ്കിൽ അതുമാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, കൂടുതൽ വിവരങ്ങൾ വേണം, എങ്ങനെയെങ്കിലും ഒരു ക്യാമറ ഒപ്പിക്കും, അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞങ്ങൾ അറിയാം, അതിനൊരു വഴി കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിക്കുന്നു പറയുമ്പോഴേക്കും നമ്മുടെ ചെറിയ പെണ്ണ്, ബോബി കട്ടി പെണ്ണ്, ഹീറോയിനെ വന്ന് വിളിക്കുന്നുണ്ട് കരഞ്ഞിട്ട്. ചേച്ചി വേഗം വരും, അവർ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് പറയും. ഉടനെ ഇവള് ഓടിച്ചെല്ലാണ്. നോക്കുമ്പോൾ പോലീസുകാർ കുട്ടികളെ കൊണ്ടുപോകുന്നു. സംഭവം, കുട്ടികളിങ്ങനെ കമ്പനി കിടക്കാൻ പാടില്ല അവരുടെ നാട്ടില്. കുട്ടികളുടെ സുരക്ഷ വളരെ മുഖ്യമാണ്. ആരോ ഇവരെ കണ്ട് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ടാണ് പോലീസുകാർ വന്നിരിക്കുന്നത്. മാഡം, നിങ്ങൾക്ക് വീടില്ല, കുട്ടികളെ പഠിപ്പിക്കാനും പറ്റുന്നില്ല, അവർക്ക് നേരെ ഭക്ഷണം കൊടുക്കാൻ പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിൽ കുട്ടികളെ നിങ്ങളെ ഏൽപ്പിക്കും
ഏൽപ്പിക്കാൻ പറ്റില്ല. അക്ക ചൂടാവും. എൻ്റെ നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു തരാൻ വകയില്ല. എന്നിട്ട് എൻ്റെ കുട്ടികളെ എന്നിൽ നിന്ന് പിരിച്ചെടുത്തോണ്ട് പോവാ. ഇതെന്ത് നിയമാടിയത്? ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എൻ്റെ കുട്ടികളെ തിരിച്ചു വേണം. പോലീസുകാർക്ക് നിയമം നടപ്പിലാക്കിയേ പറ്റൂ. അവർ ഞങ്ങൾ കുട്ടികളെ കൊണ്ടുപോവുകയാണ്. തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ചേച്ചി കരയും. എനിക്ക് എൻ്റെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരെ കൊണ്ടുപോവല്ലേ. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അവരാണ് എൻ്റെ ബലം. പക്ഷെ എന്ത് ചെയ്യാനാ? പോലീസുകാരി ഇത് ഞങ്ങളുടെ നിയമമാണെന്നും പറഞ്ഞ് കുട്ടികളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. പാവം ചേച്ചി കരഞ്ഞിട്ട് ഓടാണ് കാറിന് പുറകിൽ. ഒരു വഴിയുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു. ഇവര് വിഷമിച്ച് വന്നിരുന്നിട്ട് പോലീസുകാരനെ വീണ്ടും വിളിക്കും. പക്ഷെ അണ്ടിത്തേ പോലീസ് ആണെങ്കിൽ കൂടുള്ള PC-ക്ക് ഫോൺ കൊടുത്ത് ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറയും. PC-യും ഫോൺ എടുത്ത് മേഡം പോലീസുകാരൻ പാർക്ക് ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക, എന്തെങ്കിലും പറയണമെന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ അടുത്തന്നെ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം അക്കയ്ക്ക് അറിയാം. അവര് പറയും എനിക്ക് വേണ്ടി നീ ഒരു കാര്യം പുള്ളിക്കാരനോട് പറയും. എടാ തെണ്ടി, നിന്നെപ്പോലുള്ള ആസോളുകളാണോ പോലീസുകാരിൽ മൊത്തം എന്നൊരു പേടിയുണ്ട് എനിക്ക്. മനുഷ്യരാരെങ്കിലും ഇനി സ്റ്റേഷനിലേക്ക് വരുമോ? നിങ്ങളെയൊക്കെ നമ്പി ജീവിക്കാൻ പറ്റുവാടാ എന്നും ചീത്ത പറഞ്ഞിട്ടൊക്കെ കോള് കട്ട് ചെയ്യും. ഇതെല്ലാം പുള്ളിക്കാരനും കേൾക്കുന്നുണ്ട്. എന്തായാലും വീണ്ടും ചേച്ചിയുടെ ചുറ്റുപാടുകളിലേക്ക് തിരിച്ചു വന്നാൽ ഒരു അരക്കുപ്പി ബിയറും വാങ്ങിച്ചു വെച്ച് വിഷമം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗിപ്പി പെണ്ണും ഉണ്ട് കൂടെ തന്നെ. അവള് സമാധാനിപ്പിക്കാൻ വേണ്ടി 2 വാക്കുകളൊക്കെ പറയും. ചേച്ചി വിഷമിക്കാതെ, നമുക്ക് ആ തലവനെ പിടിക്കണം, പണം തിരിച്ചു കിട്ടണം. ഇത് രണ്ടും നടന്നാൽ നിങ്ങളുടെ കുട്ടികൾ തിരിച്ചു വരും. അത്രയല്ലേ ഉള്ളൂ, അത് നമുക്ക് ചെയ്യാം. അപ്പോഴാണ് മൂത്ത കൂട്ടുകാരി വരുന്നത്. നിങ്ങൾ തീറ്റ തുടങ്ങിയോടീന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഈ ചെറിയ പെണ്ണ് അവള് ചോദിക്കും, അക്ക ഈ ചൈന ഒരുപാട് ദൂരെയാണോ? അപ്പൊ അക്ക പറയാണ്, ദൂരെയുള്ള സ്ഥലം ദൂരെയും അടുത്തുള്ള സ്ഥലം അടുത്തുമായിരിക്കും. അതങ്ങനെയാണല്ലോ നാട്ടു നടപ്പ്. നീ എന്തൊക്കെയാടി ഈ പറയുന്നു? ചേച്ചിന്ന് വിളിച്ച വാ കൊണ്ട് വേറെന്തേലും വിളിപ്പിക്കല്ലേ. നിനക്ക് ചൈനയെ കുറിച്ച് അറിയാലോ. കിൻഡാഗോ എവിടെയാണ്? അപ്പൊ മൂത്ത ചേച്ചി പറയും, കിൻഡാഗോയിലാണ് എൻ്റെ അനിയത്തി താമസിക്കുന്നത്. ഒരു 2 മണിക്കൂർ യാത്രയുണ്ട്. കഴിഞ്ഞ 18 ഞാൻ അവളെ കണ്ടത്. ഇപ്പൊ അവളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ ചെറിയ പെണ്ണ് പറയും, 2 മണിക്കൂർ യാത്രയുള്ളൂ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് സോളി പോണ അത്രയും ദൂരല്ലേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് പോയിട്ട് വരാം. അവിടെ മൂത്ത ചേച്ചിയുടെ അനിയത്തി ഉണ്ടല്ലോ. ഇവര് 2 പേരും അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അവര് പേടിക്കുകയാണ്. എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? എന്തിനാണ് എന്നിങ്ങനെ നോക്കുന്നത്? നിന്നെ കൊണ്ട് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ. നിന്റെ അനിയത്തി അവിടെയുണ്ട്. ഹീറോയിൻ ചേച്ചി നേരിട്ട് പോവുകയാണെങ്കിൽ ആ കൊള്ളത്തലവനെ നേരിട്ട് പിടിക്കാം. അങ്ങനെ സമയവും ലാഭിക്കാം. ആ ബിഗ് ബോസിനെ പിടിച്ച് പൈസയും തിരികെ വാങ്ങിക്കാം. ഇത് കേൾക്കുമ്പോൾ മൂത്തക്ക പറയും, നിങ്ങൾ 2 പേർക്കും ഭ്രാന്താണ്. ആ ഭ്രാന്തിന് ഞാൻ കൂട്ടു നിൽക്കൂല. പോലീസുകാർക്ക് പോലും പിടിക്കാൻ പറ്റാത്തവന്മാരെ നീ ചെന്ന് പിടിക്കേ. ഇതെന്താ തമാശയാ? ഹീറോയിനാണെങ്കിൽ അതൊന്നും വകവയ്ക്കുന്നില്ല. നിനക്ക് ചൈനീസ് അറിയാലോ, അപ്പൊ നീ എന്നെ സഹായിക്കണം. നമുക്ക് അവനെ നേരിട്ട് പിടിക്കൊന്നും വേണ്ട. ആ അഡ്രസ്സ് കണ്ടുപിടിച്ചാൽ മതി. അഡ്രസ്സ് കണ്ടുപിടിച്ച് അത് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്താൽ ബാക്കി അവർ നോക്കിക്കോളില്ലേ. അത് മാത്രമേ വഴിയുള്ളൂ. അവർ കേസ് ക്ലോസ് ചെയ്തിരിക്കുക. നീ എന്നെ സഹായിക്കേ. മാത്രമല്ല $1,00,000 സമ്മാനമായിട്ട് കിട്ടും നമ്മൾ ഈ ടിപ്പ് കൊടുത്താൽ. അവരത് കണ്ട് ഞെട്ടും. $1,00,000 എന്നാൽ ഈ പണിയൊന്നും വിട്ടിട്ട് പോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടാ. അപ്പൊ ഹീറോയിൻ ചേച്ചി പറയാണ്, നമുക്ക് പണി വിട്ടിട്ട് പോകണ്ട. വീക്കെൻഡിൽ 1 ദിവസവും പിറ്റേന്ന് 1 ദിവസവും ലീവ് എടുത്താൽ മതി. ദയവേത് സമ്മതിക്ക്. അപ്പോഴേക്കും ചെറിയ പെണ്ണ് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ചൈന, കിൻഡഗൺ, ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. നല്ല രസമായിരിക്കൂല്ലേ. ഒന്ന് മിണ്ടാതിരിക്കടേ എന്ന് ഇവർ പറയുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ എനിക്ക് എൻ്റെ പിള്ളേരില്ലാതെ കഴിയില്ല എന്ന് എനിക്കറിയില്ലേ. ദയവേതെന്നെ സഹായിക്കും. അവള് കരയുന്ന കാണുമ്പോൾ മൂത്ത ചേച്ചിക്ക് സഹിക്കൂല. ഓക്കെ ഡീൽ, നമുക്ക് പോകാം. ഇനി ഒന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് അടുത്ത വീക്കെൻഡിൽ തന്നെ പോകാമെന്നും പറഞ്ഞ് ഇവര് നെക്സ്റ്റ് സാറ്റർഡേ വിമാനത്തിൽ കയറി നേരെ ചൈനയിലേക്ക് ചെന്ന് ഡെലിവറി ആവുന്നു. അപ്പൊ ഈ ചെറിയ പെണ്ണ് ചോദിക്കുകയാണ്, ഊര് ചുറ്റാൻ വെക്കേഷന് വന്നതല്ലല്ലോ, പിന്നെന്താ ഈ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നു? ഞാൻ സാധാരണ ഇങ്ങനെ ധരിക്കുന്ന, പിന്നെ ഭംഗി എനിക്ക് ജന്മനാ ഉള്ളതെന്നും പറഞ്ഞ് മൂത്തക്ക സ്റ്റൈല് കാണിച്ച് നടക്കും. പുറത്തിറങ്ങിയ ഉടനെ അവിടെ വേറൊരു പ്രാന്തിയും കൂടിയുണ്ട്. അത് ഈ അക്കയുടെ സ്വന്തം അനിയത്തി. ഞാൻ നിന്നെ എത്ര കാലമായിട്ട് മിസ് ചെയ്തു എന്നറിയോ? 2 പേരും സ്നേഹപ്രകടനം. 10-15 കൊല്ലമായി കണ്ടിട്ട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇപ്പോഴാണ് സ്നേഹിക്കുന്നത്. എന്തായാലും വണ്ടി കയറുന്നും പറഞ്ഞ് എല്ലാവരും വണ്ടി കയറി കാർ എടുത്ത് പോവാണ്. ആദ്യമേ മുറിയിലേക്കല്ല, ഹീറോയിൻ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലൊക്കേഷനിലേക്കാണ് ഇവർ പോകുന്നത്. 10-72 സ്പോട്ട് ഉണ്ട്. പക്ഷെ അതൊന്നും ഈ കൂട്ടുകാരോട് പറഞ്ഞിട്ടില്ല. 9 സ്പോട്ട് എന്ന് മാത്രം പറഞ്ഞ് പറ്റിച്ചിരിക്കുക. ഇപ്പൊ മൂത്ത കൂട്ടുകാരിയും അക്കയും കൂടെ ചേർന്ന് ഒരു തുണി ഉണ്ടാക്കണ കമ്പനിയിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് കിട്ടിയ 2 കാറ്റലോഗും വെച്ച് അവർ ചെന്ന് കഥകി മുട്ടുകയാണ്. ഞങ്ങൾ ഈ മോഡല് കാണിക്കാൻ വന്നാണെന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ആള് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ധാരാളം ഉണ്ടെന്നും പറഞ്ഞ് ഇവരെ ഇറക്കി വിടാൻ ശ്രമിക്കുന്നു. ആ സമയം ചേച്ചി എത്തിച്ച് നോക്കും. സംശയപ്പെടുന്ന പോലെ ഒന്നുമില്ല. പോകാൻ പറഞ്ഞ പോടിയെന്നും പറഞ്ഞ് അവിടുത്തെ ജോലിക്കാരൻ കൂട്ടുകാരി അക്കനെ തള്ളിയിട്ട് കൈയൊടിച്ചു കളഞ്ഞു. എന്തായാലും അവിടെ അങ്ങനെ ശോക സീൻ നടക്കുമ്പോൾ ഇവിടെ സോനു അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് എങ്ങനെയെങ്കിലും ഒരു ഫോൺ കിട്ടാൻ മാർഗമുണ്ടോ, ഒപ്പിക്കാൻ മാർഗമുണ്ടോ, എനിക്ക് എൻ്റെ കൂട്ടുകാർക്ക് അർജന്റായിട്ട് കോൾ ചെയ്യണമെന്ന് പറയും.
അപ്പൊ ഇവിടെയുള്ള കൂട്ടുകാർ നീ തമാശ കളിക്കല്ലേ, അവന്മാര് നമ്മളെ കൊന്നുകളയും, ആരുടെ കയ്യിലും ഫോണില്ല. പിന്നെ നിനക്ക് ഫോൺ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ആ മാനേജറുടെ മൂട്ടി ചെന്നൊരു ഉമ്മ കൊടുക്ക്, ചിലപ്പോൾ അയാൾ തരാൻ സാധ്യതയുണ്ട്. അയാൾക്ക് ഫേവറായിട്ട് നിന്നാൽ അയാൾ ഒരു പക്ഷെ ഫോൺ തരും. ഈ നേരത്ത് ആ കൂട്ടുകാരനെ കൊന്ന രക്ഷപ്പെടാൻ നോക്കിയ പയ്യനല്ലേ, അല്ലെ രണ്ടാമത്തെ പയ്യൻ, അവൻ ഏത് സമയത്തും ഡ്രഗ് അടിച്ച് നടക്കുകയാണ്. വിഷമം കൊണ്ടാവും, ജോലിയൊന്നും ചെയ്യുന്നില്ല, കാലും പൊട്ടിയിട്ടുണ്ട്, ഡ്രഗ് അടിച്ച് നടക്കുക. എന്നിട്ട് വഴി കാണുന്ന പിള്ളേരെയൊക്കെ കളിയാക്കുന്നു. അതിലൊരു ഗുണ്ടു ചേട്ടനെ കളിയാക്കുമ്പോൾ അവൻ ഈ ചെറുകനെ തല്ലാൻ തുടങ്ങും. ഹീറോ ചെന്ന് ആ ഗുണ്ടുവിനെ തടഞ്ഞ് ഈ കൊച്ചു പയ്യനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിന് മറുപടിയായി അവന് ധാരാളം പൊട്ടിയിരി കിട്ടുന്നുണ്ട് സോനുവിന്. എന്തായാലും ആ ഒരു വിഷയം കൊണ്ട് ഈ മുടിയൻ ചെക്കനും ഹീറോയും തമ്മിലൊരു കൂട്ടായി. ഞാനും നിന്നെ പോലെ ഒരുപാട് പണം കിട്ടും, നല്ല ജോലിയാണെന്നൊക്കെ പറഞ്ഞു വന്നതാ. പക്ഷെ എന്റെ അവസ്ഥ ഇതായി. സോനു ആ ചെറുക്കനെ കൊണ്ടുപോയി കിടത്തുന്നു. അവൻ കുറച്ചുകൂടെ ഡ്രഗ്സ് നീ എനിക്ക് തരുമോ, എവിടെന്നേലും വാങ്ങിച്ചു തരുമോ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയും. സംഭവം ഇതിന്റെ അകത്ത് തന്നെ ഈ മാനേജർമാർ ഡ്രഗ്സ് വിൽക്കുന്നുണ്ട് ഈ പിള്ളേർക്ക്. അവരുണ്ടാക്കുന്ന പണം കൊണ്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. മാനേജർമാരുടെ കയ്യിൽ മൊബൈലും തിന്നാനുള്ള മറ്റു സാധനങ്ങളും, അവർക്ക് തോന്നിയ സമയത്ത് പുറത്തിറങ്ങി പോകാൻ വരാം, അതെല്ലാം നടക്കും. അതിലൊരുത്തനാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. സോനു അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, ചേട്ടാ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ ഉണ്ടാക്കുന്ന മുഴുവൻ പണം നിങ്ങൾക്ക് തരാം, എടുത്തോളൂ. അവൻ പണം കൊടുക്കും. എനിക്കിപ്പോൾ പണമല്ല വേണ്ടത്, ഇവരുടെ തല്ല് താങ്ങാൻ കഴിയുന്നില്ല, എല്ലാ ദിവസവും ഇങ്ങനെ പുതിരത്തല്ല്. ഞാൻ നിങ്ങൾക്കൊരു സഹായിയായിട്ട്, നിങ്ങളുടെ അസിസ്റ്റന്റ് ആയിട്ട് ഇതിനകത്ത് ജോലി ചെയ്തോളാം, മറ്റൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഉണ്ടാക്കുന്ന പണം മുഴുവൻ തരാം, എന്നെ വിശ്വസിച്ച് ആ ജോലി എന്നെ ഏൽപ്പിക്കൂ, ദയവ് ചെയ്ത് ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞ് ഇവൻ കെഞ്ചുന്നുണ്ട്. അതായത് ഇവനെയും ഒരു മാനേജറായിട്ട് മാറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇന്ത നേരത്തിലെ ഇവിടെ ഹീറോയിനും കൂട്ടുകാരി ചേച്ചിയും കൂടെ അടുത്ത പല സ്ഥലങ്ങളിലേക്കും പല സ്പോട്ടുകളിലേക്കും പോകുന്നുണ്ട്. അവിടെയും സംശയാസ്പദമായി ഒന്നും തന്നെ കാണുന്നില്ല. ഈ നേരത്ത് നമ്മുടെ ഫ്രോഡ് കോൾ സെന്ററിൽ അകത്തുള്ളവരെ നോക്കി നടത്തുന്ന ജോലി ഇപ്പൊ സോനുവിന്റെ കയ്യിലാണ്. മറ്റേ മാനേജർ പുള്ളിക്കാരന്റെ പകുതി ജോലി ഇവന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം പക തീർക്കുന്ന നേരത്തെ സോനുവിനെ തല്ലിയ ഗുണ്ടുല്ലേ, അവന്റെ പെടലിക്ക് തല്ലിയിട്ടാണ്. അവനാണെങ്കിൽ തിരിച്ചു തല്ലാനും പറ്റില്ല. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ, എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ് കരയുക. ഇപ്പൊ നടത്തിപ്പുകാരനായതുകൊണ്ട് സോനുവിന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടാവും. അവൻ അതുകൊണ്ട് ഇവരെ ഓഫീസിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഫോട്ടോ എടുക്കുന്നു. അപ്പോഴാണ് സോനുവിനോട് ഓഫീസ് ടേബിളിലെ ഡാറ്റ ഇവർ കൊണ്ടുവരാൻ പറയുക. അത് ഇവൻ എടുക്കാൻ നേരം എത്ര പേരുടെ കയ്യിൽ നിന്ന് എത്ര രൂപയോളം പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും അതിൽ കാണും. ഇവൻ അതെല്ലാം ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് ഈ എടുത്ത ഫോട്ടോസ് എല്ലാം നമ്മുടെ ഹീറോയിന് സെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ റേഞ്ച് കിട്ടുന്നില്ല ഈ ബിൽഡിങ്ങിനകത്ത്. പക്ഷെ ഇവിടെ എനിക്കൊരു സംശയം, ഇവന്റെ കൂടെ ജോലി ചെയ്യുന്ന മാനേജർമാരെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ട്, എന്നാൽ പുറത്തേക്ക് അയക്കുമ്പോൾ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണാവോ? അതേപോലെ സോനുവിന് അറിയാവുന്ന മറ്റ് നമ്പറുകളിലേക്ക് വിളിക്കുമ്പോഴും ഈ മൊബൈൽ കണക്റ്റഡ് ആവുന്നില്ല. മേ ബി ഇതെല്ലാം അറിയുന്ന ഓണർ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടായിരിക്കണം ഈ ഫോൺ കൊടുത്തിട്ടുണ്ടാവുക. ആ നേരത്തെ ഇവിടെ നമ്മുടെ ചേച്ചിമാരലഞ്ഞ് തിരിഞ്ഞ് പേപ്പട്ടിയ പോലെ ആയിട്ടുണ്ട്. നീ പറഞ്ഞ 9 സ്ഥലങ്ങളും നമ്മൾ നോക്കിയല്ലോ, എന്നിട്ട് അവിടെയൊന്നും ഈ സോനുവിന്റെ അടയാളമേ ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ആക്ച്വലി 9 സ്ഥലമല്ല 72 സ്ഥലം ഉണ്ടെന്ന്. ഇവരെല്ലാവരും തൊള്ള പൊളിക്കും. നീ ഞങ്ങളെ പറ്റിച്ച് കൊണ്ടുവന്നാണോടി? നടക്കില്ല, വണ്ടി നേരെ കൊറിയയിലേക്ക് തിരിച്ചുവിട്, ഞാൻ ഇനി ഈ പണിക്കില്ല. 72 സ്ഥലോ? അത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, 72 നമ്മളിപ്പോൾ 9 ചെക്ക് ചെയ്തില്ലേ, ഇനി 63 ബാക്കിയുള്ളൂ. ഇവരെല്ലാം കൊല്ലുവടി എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഈ നേരത്ത് നമ്മുടെ കോൾ സെന്ററിലെ മാനേജർമാരെല്ലാം ഒരു ഹോട്ടലിൽ ഒത്തുകൂടിയിട്ടുണ്ട്. ബഡാ ബോസ് ഇവരങ്ങോട്ട് വരാൻ പറഞ്ഞ പുതിയ ഏതോ ഒരു കോൾ സെന്റർ ആരംഭിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനാത്രേ. അപ്പൊ ഇതിലെ മുടിക്കാരൻ പുതിയ കോൾ സെന്ററൊക്കെ ആരംഭിക്കുന്നത് കൊള്ളാം, പക്ഷെ നമുക്ക് വരേണ്ട പങ്ക് അയാൾ തരുന്നില്ലല്ലോ. ഇത്രയും പണം ഉണ്ടാക്കിയിട്ട് തുച്ഛമായ കാശ് നമുക്ക് തരുന്നുള്ളൂ. അത് ഇനിയും പുറത്തോണ്ടിരിക്കാൻ പറ്റില്ല. ഇതിനെന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് സംസാരിക്കുക. ഇവര് സംസാരിക്കുന്നതെല്ലാം അവിടുത്തെ CCTV വഴി ഇതിന്റെ മെയിൻ വില്ലൻ കണ്ടോണ്ടിരിക്കുകയാണ് ചിരിച്ചിട്ട്. അപ്പൊ അയാളുടെ അടിക്കാരൻ ചോദിക്കും, ഞാൻ ആ മാനേജർമാർക്കൊക്കെ ഒരു പണി കൊടുത്തോട്ടെ എന്ന്. വില്ലൻ പറയും, അതിന്റെ ആവശ്യമില്ല, അവരുടെ ജോലി കഴിയുമ്പോൾ നമുക്കെന്നെ അവരെ തുടച്ചു നീക്കിയേക്കാം, ബാധ്യതകൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ലല്ലോ. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ സോനു മാനേജർമാരുടെ കൂടെ പുതിയതായി വന്ന പിള്ളേരെ, അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ദുബായ് പോണ പോലെ പുതിയതായി ഈ നാട്ടിലേക്ക് ജോലിക്ക് വന്ന പിള്ളേരെ പിക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. എല്ലാവരെയും പിക്ക് ചെയ്ത് പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചിട്ട് അടുത്തന്നെയാണ് ഓഫീസ് എന്നും പറഞ്ഞ് ഇവർ കൊണ്ടുപോയി അവരെ മൂത്രപ്പുരയിലിട്ട് പൂട്ടി അടിയോടടി കതവും ലോക്ക് ചെയ്യും. എന്നിട്ട് 2 ദിവസത്തേക്ക് എല്ലാവരെയും പട്ടിണിക്കിട്, അപ്പം അടങ്ങിക്കോളും, അത് കഴിഞ്ഞ് നമ്മുടെ ജോലി പറയാന്ന് പറയും. സോ ഇതാണ് ഓരോ ടീമിനോട് ഇവർ ചെയ്യുന്നത്. ഇവരെ പൂട്ടി വെച്ച് പോകാൻ നേരം സോനു എന്താ? സോനു അപ്പോ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വരാമെന്ന് പറയും. കാരണം ഇവിടുത്തെ കമ്പ്യൂട്ടർ മുറിയിലേക്ക് ഇവൻ എങ്ങനെയെങ്കിലും കയറി പറ്റണം. അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല. സോ കിട്ടിയ തക്കം നോക്കി അവര് പോയി കഴിയുമ്പോൾ ഇവൻ മെല്ലെ കമ്പ്യൂട്ടർ മുറിയുടെ ലോക്ക് കാർഡൊക്കെ വെച്ച് തുറക്കാൻ ശ്രമിക്കുന്നു. ഭാഗ്യത്തിന് അത് തുറന്നു കിട്ടി. ഇപ്പൊ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഇവന്റെ കയ്യിലെ ഫോൺ അതിലേക്ക് കണക്ട് ചെയ്യാണ്. അന്നൊക്കെ ഫാക്സ് ആണ് പോപ്പുലർ. സോ ഇവൻ ആ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും കൊറിയൻ പോലീസിന് ഹീറോയിന്റെ പേരിൽ ഹീറോയിന് അയക്കുന്നതാണെന്നുള്ള രീതിയിൽ കൊറിയൻ
പോലീസിന്റെ ഐഡിയിലേക്ക് സെൻഡാക്കും. ഇപ്പൊ അത് ഓരോ പെർസെൻറ്റേജ് ആയിട്ട് സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആരോ കതക് തുറന്നകത്തേക്ക് വരുന്നു. നമ്മൾ ഞെട്ടിത്തരിച്ചിരിക്കുമ്പോൾ അതാ കൊച്ചു ടൈറ്റാനിക് ഹീറോയാണ്. അവൻ ഇവിടുത്തെ കമ്പ്യൂട്ടറുകാരന്റെ കയ്യിൽ നിന്നാണ് ഡ്രഗ്സ് വാങ്ങിക്കുക. അതിനുവേണ്ടി വന്നായിരുന്നു. ഇപ്പോൾ ഹീറോ അവനെ പിടിച്ച് വലിച്ചിട്ടിട്ട് ദയവേത് ഒച്ച വെക്കല്ലേ, അവര് കണ്ടാ ഞാൻ പെട്ടുപോകും, ഞാൻ നിന്നെ ഒരു തവണ സഹായിച്ചല്ലേ, ഇപ്രാവശ്യം നീ എന്നെ സഹായിക്ക്. അപ്പൊ ചെറുക്കൻ പറയും, ഞാൻ ഈ IT കാരനെ കാണാൻ വന്നാ അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരും, നമ്മൾ എന്താ ചെയ്യാ? ഹീറോ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവസാനിച്ചിട്ടില്ല, നീ കുറച്ച് സമയം കൂടി എനിക്ക് തരണം. ദയവേത് അവൻ വരുന്ന വഴി മറച്ച് എന്തേലും പറഞ്ഞ് അവനെ കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്യും. ഇത് നമ്മുടെ നല്ലതിനാണ്, എത്ര കാലം അടി മേടിച്ചുകൊണ്ടിരിക്കുക, ദയവേത് എന്നെ സഹായിക്കുമെന്നും പറയും. അവൻ ആദ്യം കുറച്ച് മടിക്കുമെങ്കിലും ശരിയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പോയിട്ട് IT കാരനോട് എന്റെ കയ്യിൽ പണമില്ല, എന്നാലും ഡ്രഗ്സ് വേണം, അതില്ലാതെ പറ്റില്ല എന്നും പറഞ്ഞ് അവന്റെ കാലിലൊക്കെ പിടിച്ച് വാശിയിട്ടുകൊണ്ടിരിക്കുക. കുറെ അടി വാങ്ങിക്കുന്നുണ്ട്. ഈ നേരത്താണെങ്കിൽ കമ്പ്യൂട്ടർ ഫ്രീസായി. സോനുവിന്റെ കയ്യിലെ കമ്പ്യൂട്ടർ ഫ്രീസായി.